തിരുവനന്തപുരത്ത് കൈമനത്ത് ആൾപ്പാർപ്പില്ലാത്ത പറമ്പിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സ്ത്രീയെ തിരിച്ചറിഞ്ഞു. കരിമം സ്വദേശി ഷീജയാണ് മരിച്ചത്. ബന്ധു സ്ഥലത്തെത്തിയാണ് മൃതദേഹം തിരിച്ചറിഞ്ഞത്. ഷീജയുടെ ആൺസുഹൃത്ത് സജികുമാറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. സംഭവസ്ഥലം മന്ത്രി വി ശിവൻകുട്ടി സന്ദർശിച്ചു. കരമന കൈമനം അമൃത സ്കൂളിന് സമീപം ആൾപ്പാർപ്പില്ലാത്ത പറമ്പിലാണ് ഷീജയുടെ മൃതദേഹം കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. ബന്ധു സുരേഷാണ് മൃതദേഹം തിരിച്ചറിഞ്ഞത്. എൻ്റെ അമ്മയുടെ അനിയത്തിയുടെ മോളാണ്. കാണാതെ ഇവിടെ തന്നെ ഉണ്ട്, പുള്ളിക്കാരി ഇവിടെ തന്നെ ഉണ്ട്. പക്ഷേ ഇവിടെയല്ല താമസം. ഇന്നലെ രാത്രി മുതലാണ് പുള്ളി കാണാതായിട്ടുള്ളത്. താമസിക്കുന്നത് മെഡിക്കൽ കോളേജിനടുത്ത് ഒരു ഹോസ്റ്റലിലാണ് താമസിക്കുന്നത്. ഈ പ്രദേശത്ത് പുള്ളിയുടെ വീട് ഇവിടെയാണ്. ഈ സജി എന്ന് പറയുന്ന കക്ഷിയുടെ വീട്, ബന്ധമുള്ള ആളുടെ വീട് ഇവിടെയാണ്. അങ്ങനെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. പുള്ളിയായിട്ട് പിന്നെ കുറച്ച് നാളായിട്ട് വലിയ സുഖത്തിലൊന്നും അല്ല എന്നുള്ളതാണ്. ഇവർ തങ്ങൾ എന്തോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുള്ളതാണ് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. പിന്നെ അല്ലാതെ ദുരൂഹത ഉണ്ട്. കാരണം അവന് ഒരു പശ്ചാത്തലം അങ്ങനെയാണ്. കാരണം ഇവർക്ക് അങ്ങനെ ആത്മഹത്യ ചെയ്യണമായിരുന്നെങ്കിൽ അവൾ ഇതിനു മുമ്പേ ചെയ്യണമായിരുന്നു. പക്ഷേ അങ്ങനെ പല സാഹചര്യങ്ങളും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊന്നും ഇങ്ങനെ ഇല്ല. മരണത്തിൽ ദുരൂഹതയുണ്ട്. അത് അന്വേഷിക്കുക തന്നെ വേണം. ഷീജയുടെ ആൺസുഹൃത്ത് സജികുമാറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. സംഭവത്തിലെ ദുരൂഹത പരിശോധിക്കുകയാണെന്ന് കരമന SHO അനൂപ് വ്യക്തമാക്കി. ബന്ധുക്കളുടെ മരിച്ചാളുടെ ഇപ്പോൾ ഐഡന്റിഫൈഡ് ആയതുകൊണ്ട് അവരുടെ മൊഴികൾ നമ്മൾ രേഖപ്പെടുത്തി മറ്റു നടപടികൾ പോലീസ് സ്വീകരിക്കുന്നതായിരിക്കും. നമ്മളത് വെരിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എടുത്തിരിക്കുന്നത്. ഷീജ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനടുത്തെ ഹോസ്റ്റലിലായിരുന്നു അവസാനം താമസിച്ചിരുന്നത്. സുഹൃത്തായ സജികുമാറുമായി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായി ബന്ധുക്കൾ ആരോപിക്കുന്നു. ഇന്നലെ രാത്രിയാണ് പ്രദേശവാസികൾ മൃതദേഹം കണ്ടെത്തിയത്. സജിയുടെ വീടിന് സമീപമുള്ള ആൾപ്പാർപ്പില്ലാത്ത പറമ്പിലാണ് മൃതദേഹം കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. സംഭവസ്ഥലം മന്ത്രി വി ശിവൻകുട്ടി സന്ദർശിച്ചു. പോലീസ് മരണത്തിലെ ദുരൂഹത കണ്ടെത്തുമെന്ന് മന്ത്രി പറഞ്ഞു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.